4 വയസ്സുകാരിയുടെ കൈവിരലിനും നാവിനും ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ് പരാതി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഇന്നലെ കൈക്ക് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കോതിപ്പാലം സ്വദേശി അജിത്താണ് പരാതി നൽകിയത്. എല്ല് പൊട്ടിയതിനെ തുടർന്ന് കയ്യിലിട്ട കമ്പി മാറിപ്പോയെന്നും വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്നും ഡോക്ടർ അറിയിച്ചതായി കുടുംബം. കയ്യിലിട്ട കമ്പിയുടെ അളവ് മാറിപ്പോയെന്ന് ഡോക്ടർ സമ്മതിച്ചതായാണ് പരാതിയിൽ പറയുന്നത്. പിഴവില്ലെന്ന് മുതിർന്ന ഡോക്ടർമാർ പിന്നീട് അറിയിച്ചതായും കുടുംബം. പിന്നെ ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്ക് വരിക, എക്സ്റേ എടുക്കുക, നോക്കുക, പിന്നെ എക്സ്റേ കൊടുക്കുക, എക്സ്റേ എടുക്കുക, നോക്കുക, അങ്ങനെ ചെയ്തതിന് ശേഷം 10 മണിക്കാണ് വന്ന് പറയുന്നത് കമ്പി ഇട്ടത് മാറിപ്പോയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ സർജറി വേണമെന്ന്, എമർജൻസി ആയിട്ട് സർജറി വേണമെന്ന്. ആ കമ്പി ഇട്ടത് മാറിയെന്നാണ് പറഞ്ഞത്. പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. അസിസ്റ്റന്റ് കമ്മീഷണർ അജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തി. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിൻ്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. 4 വയസ്സുകാരിയുടെ കൈവിരലിലും നാവിലും ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ്. ഉടൻ യോഗം ചേർന്ന് കുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ബിജോൺ ജോൺസന്റെ മൊഴിയെടുക്കും. ഇതിനുശേഷമാകും തുടർ നടപടികൾ. സാധാരണക്കാരനാശ്രയമായ മെഡിക്കൽ കോളേജിനെതിരെ തുടർച്ചയായി പരാതി ഉയരുന്നത് ആരോഗ്യമേഖലയ്ക്ക് കളങ്കമാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.